എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഹോളി ഫാമിലി മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവകൽപ്പനകളെ കുറിച്ച് ധ്യാനിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യർ തിന്മ നിറഞ്ഞ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും വളരുന്നത് കണ്ട് ദൈവം ദുഃഖിതനായി. പാപം ചെയ്ത് ദൈവിക ജീവൻ നഷ്ടമാക്കിയ ജനത്തെ വീണ്ടെടുക്കുവാനായി തന്റെ ജനമായ ഇസ്രായേലിന് ദൈവം സീനായി മലമുകളിൽ വെച്ച് മോശ വഴി 10 കൽപ്പനകൾ നൽകി. ദൈവത്തിന് മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ മുദ്രയാണ് ഈ 10 കൽപ്പനകൾ. കർത്താവായ യേശു മിശിഹായുടെ സ്നേഹിതരായ നമ്മൾ ഓരോരുത്തരും ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ 10 കൽപ്പനകൾ ഹ്രസ്വമായ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഇന്നേ ദിവസം നമ്മൾ ഈ 10 പ്രമാണങ്ങളിൽ 5-ാമത്തെ പ്രമാണമായ കൊല്ലരുത് എന്ന കൽപ്പനയെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നിരവധി ദാനങ്ങളിൽ ഏറ്റവും അമൂല്യമായ ദാനമാണ് ജീവൻ എന്നത്. ജീവൻ നൽകുന്നതും അത് സംരക്ഷിക്കുന്നതും ജീവൻ എടുക്കുന്നതും ദൈവം തന്നെയാണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയ ജീവൻ സംരക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ജീവന് നാശം വരുത്തുന്ന, ജീവന് ഹാനികരമാകുന്ന പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് കൊലപാതകം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ തനിക്ക് തന്നെ ജീവഹാനി വരുത്തുന്ന മാരകമായ തിന്മയെ ആത്മഹത്യ എന്ന് നാം പറയുന്നു. അതും അത്രമേൽ ഗുരുതരമായ പാപം തന്നെയാണ്. ഈ ഭൂമിയിൽ പിറക്കാനുള്ള അവകാശത്തിന്റെ നിഷേധമാണ് ഭ്രൂണഹത്യ. അതിനാൽ തന്നെ ഭ്രൂണഹത്യയും കൊലപാതക തുല്യമായ പാപം തന്നെയാണ്. മനുഷ്യര്, രോഗികള്, വാർദ്ധക്യത്തിലുള്ളവരെ, ഇവരൊക്കെയും മനുഷ്യരായ നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ്. അതിനാൽ തന്നെ രോഗികളെയും വാർദ്ധക്യത്തിലുള്ളവരെയും ഒക്കെ അവരുടെ ജീവിത അവസാനം വരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതിനാൽ തന്നെ ദയാവധം കൊലപാതക തുല്യമായ പാപമാണ്. പ്രകൃതിയിലെ വസ്തുക്കളുടെ നശീകരണവും മറ്റ് ജീവജാലങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതുമൊക്കെ ഗുരുതരമായ പാപം തന്നെയാണ്. മദ്യപാനം, പുകവലി, മറ്റു രാസലഹരികളുടെ ഉപയോഗം തുടങ്ങിയ അധാർമികമായ പ്രവർത്തനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആലയമായ നമ്മുടെ ശരീരത്തിന്റെ ജീവനെ നാം യാതൊരു കാരണവശാലും നശിപ്പിക്കുവാൻ ശ്രമിക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം
ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പുത്രനായ ദൈവം പശ്ചാത്തപിച്ച കള്ളന് പരദീസ വാഗ്ദാനം ചെയ്ത സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മക്കളാണ് നാം ഓരോരുത്തരും. പാപം ചെയ്ത ദൈവിക ജീവൻ നഷ്ടമാക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി തമ്പുരാൻ പാടുപീഡകൾ സഹിച്ച് പീഡാസഹനമേറ്റ് കുരിശിൽ ധരിച്ച് വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകുവാൻ തക്കവണ്ണം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. നമ്മുടെ ഈ ജീവിതയാത്രയിൽ നാം ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളും പാപകടങ്ങളുമൊക്കെ കുംഭസാരമെന്ന കൂദാശയിലൂടെ ഏറ്റുപറഞ്ഞ് തമ്പുരാന്റെ സന്നിധിയിൽ പശ്ചാത്തപിച്ച് നമുക്ക് തമ്പുരാനോട് അനുരഞ്ജനപ്പെട്ട് നഷ്ടമാക്കിയ ദൈവിക ജീവൻ നമുക്ക് വീണ്ടെടുക്കാം. അതിനായി എല്ലാ സഹോദരങ്ങളും നമ്മൾ ഈ ജീവിതയാത്രയിൽ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും കുംഭസാരമെന്ന കൂദാശയിലൂടെ ഏറ്റുപറഞ്ഞ് തമ്പുരാന്റെ സന്നിധിയിൽ അനുരഞ്ജനപ്പെടുവാനുള്ള അവസരത്തിനായി പ്രാർത്ഥിക്കുന്നു. പുത്രനായ ദൈവം നമ്മളെ പിതാവിന്റെ സന്നിധിയിലേക്ക് നന്മയിൽ വളരുവാൻ നഷ്ടമാക്കിയ ദൈവിക ജീവൻ വീണ്ടെടുത്ത് ദൈവവിചാരത്തോടുകൂടെ ആയിരിക്കുവാൻ നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടി വിളിക്കുന്നു. നമുക്ക് നമ്മൾ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ കുംഭസാരം എന്ന കൂദാശയിലൂടെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പാപമോചനം നേടി അനുരഞ്ജനപ്പെട്ട് ദൈവമക്കളായി തീരാം. അതിനായി എല്ലാ സഹോദരങ്ങളും ഒരു നല്ല കുംഭസാരത്തിനായി ഒരുങ്ങണമേ. അതിനുള്ള അവസരം സംലഭ്യമാകുവാൻ എല്ലാ സഹോദരങ്ങളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.